കനകക്കുന്നിൽ നിന്ന് ദൈവദർശനം ടി വിക്ക് വേണ്ടി ഷിജു റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ഈ സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് സുരേഷ്. ഞാനിപ്പോൾ 7 വർഷക്കാലമായി ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയാണ്. ഫെബ്രുവരി 1 തീയതി തുടങ്ങി ഇന്ന് 8 തീയതി ഈ 37ാമത് വാർഷികം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും അന്നദാനവും ഭാഗവതപാരായണം, പ്രഭാഷണങ്ങൾ, മറ്റ് ചടങ്ങുകൾ എല്ലാം ഈ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണങ്ങൾ മൂലം നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു. ഈ വർഷം 37ാമത്തെ വർഷം അതിഗംഭീരമായാണ് ഈ നാട്ടുകാർ കൊണ്ടാടിയത്. ഇതിന് ഈ നാട്ടുകാരോടും ഇതിലിവിടെ വന്ന് പങ്കെടുത്ത എല്ലാവരോടും ഞങ്ങൾക്ക് അഗാധമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇന്നത്തെ ഈ ചടങ്ങുകൾക്ക് എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ 7 ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനത്തിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. എല്ലാം നല്ല രീതിയിൽ സമാപിച്ചു.
എൻ്റെ പേര് പൊന്നൻ എന്നാണ്. 36 വർഷക്കാലം കൊണ്ട് ഇതിന്റെ സെക്രട്ടറിയായിട്ട് ഞാൻ ഇരിക്കുകയാണ്. നമ്മള് ആദ്യകാലങ്ങളിൽ ഇവിടെ 37 വർഷത്തിന് മുന്നേ ഇതൊരു 7-8 വർഷം ഒരു ഷെഡിനകത്തായിരുന്നു. അന്ന് ആ ഷെഡിന് തീ പിടിക്കുകയും ആ തീ പിടിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വസ്തു ഇവിടെ ഒരു ഭഗതത്തിനും വിഷ്ണുവിനും 2 കക്ഷികൾ വിളിച്ചു തരികയും അങ്ങനെ നമ്മളിവിടെ ഗുരുമന്ദിരത്തിന് ശിലാസ്ഥാപനം നടത്തി 3 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം നമ്മൾ ഉദ്ഘാടനം ചെയ്ത് ആ 37ാമത്തെ വാർഷിക മഹോത്സവം നമ്മൾ കൊണ്ടാടുന്നത്. 37 വർഷക്കാലം കൊണ്ട് 24 വർഷക്കാലവും നമ്മൾ രാത്രി 1 തൊട്ട് 10 ദിവസം പരിപാടിയും മറ്റെല്ലാ കാര്യങ്ങളും നടത്തി വരികയായിരുന്നു. 25ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ അന്നദാനത്തിലേക്ക് 1 തൊട്ട് 10 വരെ 10 ദിവസം നമ്മൾ അന്നദാനം നടത്തി. അന്നദാനത്തിനായിട്ട് എല്ലാവരും അന്നദാനം നടത്താനും ഒരേ ഭഗവാന്റെ മുന്നിൽ വന്ന് ഒരേ പേര് നേർച്ച നടക്കുന്നു. അടുത്ത കൊല്ലം ഞാൻ എന്റെ കാര്യം സാധിച്ചാൽ നടത്താം. അങ്ങനെ ഒരുപാട് ആൾക്കാർ അന്നദാനം ഓരോരുത്തരും സ്പോൺസറിങ് നടക്കുകയാണ്. അപ്പം തന്നെ ഞാൻ എൻ്റെ അനുഭവം തന്നെ ഉണ്ട്. എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ എനിക്ക് മക്കളില്ലാതെ 7 വർഷക്കാലത്തോളം മക്കളില്ലാതെ ഞാൻ ഭഗവാന്റെ മുന്നിൽ ഞാൻ അഭയം പ്രാപിച്ചു. എന്താ പറയുക 2-3 വർഷം ഞാൻ ചികിത്സ നടത്തിയെങ്കിലും എനിക്ക് മക്കളുള്ള കാര്യക്കുകയും ഞാൻ ഭഗവാന്റെ മുന്നിൽ അഭയം പ്രാപിച്ചു. കാരണം ഞാൻ ഭഗവാനെ എൻ്റെ കൊച്ചിലേ തൊട്ട് എൻ്റെ കാണപ്പെട്ട ദൈവം ഗുരുദേവനാണ്. ഗുരുദേവൻ കഴിഞ്ഞ് എനിക്ക് എല്ലാം ഉള്ളൂ. ആ ഗുരുദേവന്റെ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കൈക്കൊള്ളുകയും എനിക്കങ്ങനെ 2 മക്കൾ എനിക്ക് 2 മക്കൾ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എനിക്ക് ഭഗവാന്റെ ഭഗവാൻ തന്നതാണെന്ന് തന്നെ പറയാം. എനിക്ക് ഇന്നും ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ഗുരുദേവനാണ്. ഇവിടെ വന്ന് ഇന്ന് നൊന്ത് എന്ത് സങ്കടം പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം ഗുണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരാൾക്കാരോ നേർച്ചകൾ ഇപ്പൊ തന്നെ ഒരു കൂടുതലും സ്വർണ്ണപ്പൊട്ട്, അതുപോലെ അന്നദാനം, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സ്വർണ്ണപ്പൊട്ടാണ് ഏറ്റവും കൂടുതലുള്ള നേർച്ചയായി വരുന്നത്. അതൊക്കെ ഒരു ഭഗവാന്റെ മുന്നിൽ വന്ന് ഇവിടെ വന്ന് പറയും എനിക്ക് ഞാൻ ഭഗവാനെ എൻ്റെ കാര്യം എന്നെ സാധിച്ചു തരണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് ഉൾക്കൊള്ളുകയും ഭഗവാനെ അത് സാധിച്ചു കൊടുത്താൽ അവർ പിറ്റേ കൊല്ലം ആ നേർച്ച ഇവിടെ നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഈ 37 വർഷക്കാലം കൊണ്ടും ഇവിടുത്തെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച. അതുപോലെ ഇവിടുത്തെ നാട്ടിലെ കണ്ണിലെ കൃഷ്ണമണി പോലാണ് ഈ പ്രസ്ഥാനത്തെ അവർ കാണുന്നത്. എന്ത് സഹായവും അവരുടെയൊക്കെ സഹായവും സഹകരണവും ഒക്കെ കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് ഒരേ വർഷം കഴിയും തോറും നല്ല രീതിയിൽ മുന്നോട്ട് വരികയും നല്ല രീതിയിൽ പ്രവർത്തനങ്ങളെല്ലാം ഈ നാട്ടുകാരുടെ സഹായവും സഹകരണവും കൊണ്ടാണ്. അവരുടെ വേറെ കാര്യമുണ്ട്. ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ എല്ലാ മതസ്ഥരും വരും. എല്ലാവരും നേർച്ച തരുന്നുണ്ട്. അന്നദാനം നടത്താൻ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനിലും അന്നദാനം നടത്താൻ അവർ തയ്യാറായി വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിന് ശിലാസ്ഥാപനം തന്നെ നടത്തിയത് ഖാലിദീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ ഖാലിദീൻ ഇതിന്റെ മരണം വരെയും ഇതിന്റെ ഖജാൻജി ആയിരുന്നു പുള്ളി. അങ്ങനെ ഉള്ള പ്രസ്ഥാനമാണ്. ഒരുപാട് ആൾക്ക് എല്ലാ മത്സരം ഇതിന്റെ കമ്മിറ്റിക്കാരായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഈ പ്രസ്ഥാനം ജാതി മത ഭേദമന്യേ എന്ന് പറഞ്ഞാൽ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് എല്ലാവരെയും തുല്യരാണ്, ആ മനുഷ്യരാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിഗോപ്തം ഗതാം യഥ എന്ന ഭഗവാന്റെ ആ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനം ഈ നാട്ടിലെ ആൾക്കാർ എന്നും എപ്പോഴും ഇവിടെ ഇന്ത്യന്റെ കാര്യങ്ങളിൽ ഇവിടുത്തെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം വളവും നൽകി സഹായിക്കുന്നുണ്ട്. അതാണ് ഇന്നും ഇപ്പോഴും അതാണ് നടക്കുന്നത്. ഇതാണ് നല്ല കാര്യം. നമ്മൾ 1-ാം തീയതി പതാക ഉയർത്തി 1 തൊട്ട് 7 വരെ അന്നദാനം നടത്തി. 8-ാം തീയതി നമ്മളിപ്പോൾ ഇതുപോലുള്ള താലപ്പൊലി ഘോഷയാത്ര നടത്തി നമ്മുടെ അവസാനിക്കുകയാണ്. ഇതെല്ലാം ഭഗവാന്റെ കടാക്ഷവും ഭഗവാന്റെ ആ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ഗുരുദേവന്റെ ഒരു രൂപമാണ് പ്രതിഷ്ഠയാണ് ഇവിടെ ഇരിക്കുന്നത്. അതെന്നറിയാം. SS ഉണ്ണിത്താൻ കൊണ്ട് കഥാപ്രസംഗം പറയാനുള്ള വന്നപ്പോൾ പറഞ്ഞു, ലോകരാജ്യങ്ങളെല്ലാം SS ഉണ്ണിത്താൻ സഞ്ചരിച്ചിട്ടും ഇതുപോലെ ദിവ്യ ചൈതന്യം ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രതിമ, ഒരു ഗുരുദേവന്റെ ഒരു പ്രതിമ ഞാൻ ഇവിടെയാണ് കാണുന്നത്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭഗവാന്റെ ജ്വലിച്ചു നിൽക്കുന്നത്. നമുക്കറിയുമ്പോൾ നോക്കിയാൽ കാണാം ഭഗവാന്റെ ആ പ്രസ്ഥാനം നമ്മൾ കണ്ട് എപ്പോഴും ഭഗവാൻ ജ്വലിച്ചു നിൽക്കുകയാണ്. ഈ പ്രദേശത്തെ വാസികളെ എപ്പോഴും അവരുടെ ആ സങ്കടങ്ങൾ കേൾക്കുവാനും അവരെ സഹായിക്കാൻ ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളതാണ് എനിക്ക്. എന്റെ പേര് കാർത്തികേയൻ. എന്ന പേര്. ഇവിടുത്തെ ശാന്തിയായിട്ട് ഒരു 10-20 വർഷമായി. എൻ്റെ മോനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മോൻ ഗൾഫിൽ പോയതിനു ശേഷം ഞാൻ രാവിലെ പോയിട്ട് ഞാനാണ് ഇവിടുത്തെ വിളക്ക് എത്തിക്കുകയും എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പോവുകയും ചെയ്യുന്നുണ്ട്. ഈ 1-ാം തീയതി തുടങ്ങിയ കാര്യങ്ങൾ, അന്നദാനം, കലാപരിപാടികൾ എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തടസ്സം ഇപ്പൊ ഘോഷയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. 3 ഭൗതിയുടെ വരവ്, താലപ്പൊലി, തെയ്യം എല്ലാം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 7:15 ഇന്ന് ഇവിടുത്തെ ഗുരുപൂജ ദിവസമാണ്. എല്ലാ മാസം 25 ഗുരുപൂജയുണ്ട്. എല്ലാം ചടങ്ങുകളായിട്ട് നടക്കുന്നുണ്ട്. സെക്രട്ടറി പൊന്നൻ, പ്രസിഡന്റ് സുരീഷ്, ബാക്കിയുള്ള കമ്മിറ്റി മെമ്പറുകളെ ഒറ്റ രീതിയിൽ തന്നെ ജാതിയില്ല മതമില്ല എല്ലാവരും ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മുൻകൈ എടുത്താണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വർഷങ്ങൾ കൊണ്ട് നടക്കിങ്ങനെയാണ് പോകുന്നത്. നാട്ടുകാരും എല്ലാ ജനങ്ങളും മൊത്തം ഈ എല്ലാ ദിവസവും അന്നദാനം കറക്റ്റായിട്ട് കൊടുക്കുകയും ഇന്നത്തെ ദിവസമുള്ള അന്നദാനം ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും നല്ല രീതികൾക്ക് വെളിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളും ഇവിടെ നാട്ടിലുള്ളവരും എല്ലാവരും നല്ല രീതിയിൽ ചെറുപ്പക്കാർ സഹകരിച്ചാണ് ഈ മന്ദിരം മുന്നോട്ട് പോകുന്നത്. യാതൊരു വഴക്കുമില്ല, പ്രശ്നവുമില്ല. ഒത്തൊരുമയോട് കൂടി തന്നെയാണ് എല്ലാ കാര്യത്തിനും ഇവിടുത്തെ സെക്രട്ടറിയും പ്രസിഡന്റും മറ്റുള്ള അംഗങ്ങൾ എല്ലാവരും, ആയുഷ് മെമ്പർ രാവിലെ എല്ലാ കാര്യത്തിനും ഇവിടുത്തെ കമ്മിറ്റിക്കാരും മൊത്തം ജനങ്ങളും ഉണ്ട്. എല്ലാ കാര്യത്തിനും യാതൊരു പ്രശ്നവുമില്ലാതെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
37ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ യുവജന സമാജം കനകക്കുന്ന്, ആലപ്പുഴ ജില്ലയിലെ കനകക്കുന്ന് എന്ന സ്ഥലത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന താലപ്പൊലി ഘോഷയാത്രയുടെ നിമിഷങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 37ാമത് വാർഷികമാണ് ഞങ്ങള് കനകക്കുന്ന് ശ്രീനാരായണ സമാജത്തിൽ. ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകും. ഞങ്ങൾക്ക് അത് മതിയായ സന്തോഷം. ഞങ്ങൾക്ക് മതിയായ സന്തോഷമുണ്ട്. എല്ലാ വർഷവും നല്ല രീതി അന്നദാനം നടത്തും. 8 ദിവസം 10 ദിവസം എല്ലാ കലാപരിപാടികളും ഇന്ന് വരെ മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് പൊതുവെ നല്ല അഭിപ്രായം. ദൈവദർശനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. കായംകുളം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്ത്, കനകക്കുന്ന് എന്ന സ്ഥലത്താണ്. ഇവിടെ ശ്രീനാരായണ യുവജന സമാജത്തിന്റെ 37ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ആരംഭിച്ച ആഘോഷത്തിന്റെ അവസാന ദിവസമായ ഇന്ന് നടക്കുന്ന ഘോഷയാത്രയാണ് എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്നത്. അതുപോലെ ഈ ഘോഷയാത്രയ്ക്ക് പിന്നിലായി കാർത്തികപ്പള്ളി ചടയൻപറമ്പ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ജീവിതയുടെയും ഏവൂർ ചെറിയേലിത്തറ ഭദ്രകാളി ക്ഷേത്രത്തിലെ ജീവിതയുടെയും എഴുന്നള്ളത്ത് എൻ്റെ തൊട്ടു പിന്നിലായി ഉണ്ട്. ചേർത്തല ഹരിശ്രീ കലാവേദി അവതരിപ്പിക്കുന്ന ശിങ്കാരി മേളം, തിരുവനന്തപുരം നവകേരള അണിയിച്ചൊരുക്കുന്ന നാടൻ കലാരൂപങ്ങൾ എന്നിവയാണ് എൻ്റെ തൊട്ടു പിന്നിലായി അണിനിരത്തിയിരിക്കുന്നത്. അതായത് ഈ ഘോഷയാത്ര എന്ന് പറയുന്നത് എൻ്റെ തൊട്ട് പിന്നിൽ ഉള്ള മൈക്കിൾ ശ്രീ ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഈ ഘോഷയാത്ര കനകക്കുന്ന് ശ്രീനാരായണ യുവജന സമാജത്തിന്റെ
ഗുരുമന്ദിരത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അതിനോടനുബന്ധിച്ച് നടന്ന ചെറിയ ലഘുഭക്ഷണത്തിന്റെ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കനകക്കുന്നിൽ നിന്ന് ദൈവദശകം TV ക്ക് വേണ്ടി ഷിജു റിപ്പോർട്ട് ചെയ്തതാണ്.